السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമ്മെ സൃഷ്ടിക്കുകയും നമുക്കിവിടെ ജീവിക്കുവാനുള്ള സർവ വിഭവങ്ങളും സൗകര്യങ്ങളും ഒക്കെ നൽകുന്നവനും. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അവനെ തഖ്വ ചെയ്തുകൊണ്ടും ജീവിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് സൃഷ്ടിക്കുകയും അവരിലൂടെ ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്ത് നിലനിർത്തുകയും ചെയ്ത അള്ളാഹു, ആ അള്ളാഹുവിന് നിങ്ങൾ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം. അവൻ നമുക്ക് ഇവിടെ നിലകൊള്ളാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി തന്നു. നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ, താമസ സൗകര്യങ്ങൾ എന്ന് വേണ്ട ഇവിടെ എന്തൊക്കെ വേണമോ അതൊക്കെയും നമുക്ക് നൽകിയവൻ അള്ളാഹുവാണ്. അതിന് നാം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് നന്ദി കാണിക്കുകയും ചെയ്യണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വഖഫാന വആവാന. അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് അവൻ നൽകിയ അനുഗ്രഹത്തിൽ അവൻ നമുക്ക് ഭക്ഷണം നൽകി, വേണ്ട സൗകര്യങ്ങൾ എല്ലാം നൽകി. അതിനൊക്കെയും അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ജീവിക്കുവാനുള്ള, നമുക്ക് അധിവസിക്കുവാനുള്ള താമസ സ്ഥലം, വീട് നൽകി എന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനോടൊപ്പം അവന് താമസിക്കാനുള്ള ഒരു നല്ല ഭവനമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു സൗകര്യം വേണ്ട രൂപത്തിൽ ലഭിക്കാത്തത് കൊണ്ടുള്ള വിഷമങ്ങൾ പലപ്പോഴും നമുക്ക് പറയുന്നതായിട്ട് കേൾക്കാൻ കഴിയും. അള്ളാഹു എല്ലാവർക്കും ഖൈറായ വീടുകളും ഭവനങ്ങളും നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമുക്ക് നൽകിയ ആ അനുഗ്രഹം, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല താമസിക്കാനുള്ള നല്ല സൗകര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കണം. നമ്മുടെ വീടുകളിൽ ബറക്കത്ത് ഉണ്ടാവാനുള്ള, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വളരെയധികം വർദ്ധിപ്പിക്കുകയും വേണം. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ദിക്റുകൾ വീടുകളിൽ നിലകൊള്ളണം. ദിക്റുകളില്ലാത്ത വീട്, അള്ളാഹുവിനെ സ്മരിക്കാത്ത വീട്, അത് വളരെ വിഷമകരമായ അവസ്ഥയിൽ നിലകൊള്ളുന്ന വീടായിരിക്കും. ശുദ്ധ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്തി. അള്ളാഹുവിന് ദിക്റുകൾ ചൊല്ലുകയും ദിക്റുകൾ ചൊല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വീടുകൾ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജീവനുള്ളതും ജീവനില്ലാത്തതും പോലെയുള്ള വ്യത്യാസമാണ് ഉള്ളത് എന്നാണ്. എത്ര വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ അള്ളാഹുവിന് ദിക്റുകൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ഖദാ അഹദുക്കുമുസ്സലാത ഫീ മസ്ജിദിഹി ഫൽയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സലാത്തിഹി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സലാത്തിഹി ഖൈറ. നമ്മൾ പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നവരാണ്. അതുപോലെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ വീട്ടിലും നിസ്കരിക്കണം. അതുകൊണ്ട് അള്ളാഹു വലിയ ഖൈർ നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ വീടുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ സലാം ചൊല്ലണം.
ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ. അള്ളാഹുവിൻ്റെ അഭിവാദനമാണ്. അതിന് വലിയ ബറക്കത്തുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, വീട്ടിലുള്ള ആളുകളോട് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ടും നിലകൊള്ളണം. അങ്ങനെയാകുമ്പോൾ ദാരിദ്ര്യം ഒഴിവാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മാമിൻ അഹ്ലി ബൈത്തിൻ യതവാസലൂന ഫയഹ്താജൂന. ഒരു വീട്ടിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടും അവർക്ക് വേണ്ടുന്ന സഹകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുത്തുകൊണ്ടും നിലകൊള്ളുമ്പോൾ അവർക്ക് അള്ളാഹു ബറക്കത്ത് നൽകുകയും ദാരിദ്ര്യമില്ലാതാക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ വീട്ടിലുള്ള ആളുകളോട് പരസ്പരം സംസാരിച്ചിട്ടും ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ നിലകൊള്ളണം. ആരോടും മിണ്ടാതെ ഒന്നും സംസാരിക്കാതെ ഒരു നിലക്കും ആരോടും ഒരു ബന്ധവും പുലർത്താത്ത അവസ്ഥ അത് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പരസ്പര സ്നേഹവും പരസ്പര കാരുണ്യവും എല്ലാവർക്കും അവിടെ വീട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറൻ അദ്ഖല അലൈഹിമുർ റിഫ്ഖ്. അള്ളാഹു ഒരു വീട്ടിൽ നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് ഒരു കൃപയും സ്നേഹവും പരസ്പരം അള്ളാഹു താല ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ നമ്മുടെ വീട്ടിൽ സന്താനങ്ങൾ, ഖൈറായ സന്താനങ്ങൾ, സാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പഠിച്ചവനെ, നീ എനിക്ക് നല്ല സന്താനങ്ങളെ നൽകണേ എന്ന ദുആ മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം ഖൈറായ സന്താനങ്ങൾ ഉണ്ടാവാൻ. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദതൻ വറസഖക്കും മിനത് തയ്യിബാത്ത്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് നമുക്ക് മക്കളെ തന്നതും സന്താനങ്ങളെ തന്നതും നമുക്ക് തരുന്നതുമൊക്കെ. അത് അങ്ങനെ തന്നെ കാണണം. അപ്പം നമ്മുടെ വീട്ടിൽ ഖൈറുകളും ബറക്കത്തുകളും ഉണ്ടാവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറുകൾക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.